ഹലോ ഗൈസ്, വെൽക്കം ടു അണ്ടാത്താസ് ബ്ലോഗ്. സുഖമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? പിന്നെ ഇല്ലേ, നിങ്ങൾ അമ്മേൻ്റെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവല്ലോ ഇങ്ങനെ സംസാരിക്കണേ. അപ്പോൾ ഇന്ന് ഞാൻ അച്ഛനെ കൊണ്ട് മലയാളം പറയിപ്പിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു കേട്ടോ അച്ഛൻ്റെ മലയാളം. അപ്പോൾ ഗൈസ്, നമ്മൾ അച്ഛനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് പറയട്ടോ. ഫസ്റ്റ് തന്നെ അച്ഛനോട് നമുക്ക് മലയാളത്തിൽ 1-2 എണ്ണം പറയാം. ഏതുവരെ നിൽച്ചിട്ടുണ്ടെന്ന് നോക്കാം. അച്ഛൻ പറ 1-2. 1 2 3 4 5 6 7 8 9 10 10 1 10 2 11. 10 1 അത് 11 12 11 12 13 14 15 17 18 16 14 18 19 20 21 22 23 24 25 26 27 28 19 29 29 30 31 32 34 33 33 34 35 36 37 38 30 50 40 41 42 43 44 45 40 46 48 47 47 49 50 ഞാൻ അച്ഛനില്ലേ ഇതിലേല സംശയം ഉണ്ടാവര് സംസാരി കുറച്ച് മലയാളി ഇന്റർവ്യൂ കൊണ്ടിരിക്കല്ലേ. അങ്ങനല്ല, ഇപ്പൊ 80-ഉം 20-ഉം പറയുമ്പോ അച്ഛന് മാറിപ്പോവില്ലേ? 50 50 50 20 ആ മനസ്സിലാവൂല. അച്ഛൻ എപ്പോഴും മാറൂട്ടോ അത് മനസ്സിലാവില്ല. 50 50 20 20 അത് ജാസ്തി പെരിക്കും. 80-ഉം 50-ഉം 20-ഉം അച്ഛന് ബാക്കി എല്ലാവർക്കും കുറച്ച് തന്നെ വീഡിയോ കിട്ടില്ലേ പറഞ്ഞില്ലേ സ്പീഡില് അത് കുറച്ച് മഴ പോയി. പിന്നെ പറഞ്ഞ 1 2 അത് മതി, അതില്ലേ കുഴപ്പമില്ല. പിന്നല്ലേ അച്ഛന് ഇപ്പൊ പീടെ പോകുമ്പില്ലേ പച്ചക്കറി എന്തൊക്കെയാ അച്ഛന് മലയാളത്തില് പറയാ? ബിഹാറിലെ ബന്ധാ കവി ആവും, कैबेज ആവും, അവിടെ ചീര ആവും, അവിടെ സാഗ് ആവും, അവിടെ ഫുലാവർ ആവും, കോളിഫ്ലവർ ആവും, അവിടെ गोभी आओ और बेदना आओ और बैगन आओ और भिंडा आओ और भिंडी आओ അങ്ങോട്ടേ കുറച്ചൊക്കെ മാത്രമേ പ്രോബ്ലം ആവും. അച്ഛൻ പരിപ്പ് എങ്ങനെ വാങ്ങാൻ പോവാ? അവിടെ കേരളയിലെ 2 പരിപ്പ് മാത്രമോ, ബീഹാറിലെ 5-6 പരിപ്പോ, കേരളയിലെ 2 പരിപ്പ് മാത്രമോ. അതിപ്പോ ചോപ്പ് വാങ്ങിയ വെള്ള വാങ്ങും മാത്രമേ. അച്ഛന് കളർ പറഞ്ഞിട്ടോ പരിപ്പ് വാങ്ങാൻ അച്ഛന് പേരറിയില്ല. അതെ പിരിയले പോले तारे आल पानी चॉप करे बेनो बिहार ले मसूर डालाओ बल्ला बेनो तरह अरहर के डालाओ बिहार ले अरहर के डालाओ मसूर डालाओ खेसारी डालाओ पत्ते कടലാओ पत्ते सामना उड़े 10 ടൈപ്പ് പരിപ്പ് കിട്ടുന്നുണ്ട്. അവിടെ കേരള ജാസ്തി കുള്ളമായില്ലേ. അത് ബീഹാറിലെ കുറച്ച് മണൽ പോയത് 26 കുള്ളമായി കേരളയിലെ. അച്ഛനില്ലേ ഫസ്റ്റ് വന്നപ്പോ അച്ഛന് കൂലി എത്രയായിരുന്നു? കൂലി 35 രൂപ. ഫസ്റ്റിലെ പണി 35 രൂപ കൂലിയാണോ. പള്ളിക്കൽ ബസാർ മീനിയല്ലേ, മീനിലെ പണിയിലേക്ക് ഫസ്റ്റിലെ 35 രൂപ കൂലി. 3 രൂപ 4 രൂപ കൊണ്ടുപോലെ മത്തി മീൻ വാങ്ങില്ലേ ആൾ കൂട്ടിയില്ല, അങ്ങനെ ചെങ്ങത്തേരു. ഓ മീൻസ് വെയിറ്റ് ഇത് തൂക്കാതെ കൊടുക്കുന്ന അമ്മ പറഞ്ഞില്ലേന്നോ? അങ്ങനെ അങ്ങനെ മത്തി ചെറിയ മത്തിയാവൂലേ അങ്ങനെ കൂട്ടിയില്ല, തൂക്കില്ല അങ്ങനെ തരൂല, അങ്ങനെ തന്നെ കൊടുക്കുന്ന പറയണേ. ഒരു മുട്ട 25 രൂപ 25 പൈസ. ഓ 25 പൈസ. 25 പൈസ ഒരു മുട്ട, കൊയ് മുട്ടാണ്. അത് 8 രൂപ. അതൊക്കെ ആ സമയത്ത് കേരളയിലെ പണിയത്. പിന്നല്ലേ പഴയ എത്ര ആളില്ല, അവിടെ വീട്ടില്ല കുറച്ചങ്ങോട്ട് വീട്ട അവിടുത്തെ എല്ലാം നോക്കി എല്ലാം മാർക്കറ്റായ. പിന്നെന്താ മസാലകളുടെ പേര് പറ. മസാല മുളകി പൊടിയിലെ
आता मिर्ची पूरी पड़े मिर्ची मसाला बनाओ बिहार पड़े और पड़े मुलगी पूरी बनाओ अरे पूरी पड़ने लिया मिर्चाई के बुकनी पड़ ली हाँ मल्ली पूरी बनाओ और केरला ले पड़ी बिहार धनिया के बुकनी बनाओ രണ്ട് മിക്സ് ആയിട്ടോ അച്ഛൻ പറയാം. അച്ഛൻ വീട്ടില് സംസാരിക്കുകയാണെങ്കിൽ രണ്ട് മിക്സ് ആക്കിട്ട് സംസാരിക്ക. ഞങ്ങൾക്കൊന്നും മനസ്സിലായി. അമ്മല്ലേ അച്ഛന്റെ മലയാളം കേട്ട് കൊറേ ചിരിച്ചല്ലോ. കളിയാക്ക അമ്മ അച്ഛനെ. അമ്മ പഠിച്ചോണ്ട് ഞാൻ അവിടെ ഇല്ലല്ലോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാതുകൊണ്ടല്ല അവിടെ ചൂടാവും ചിരിച്ചു. അമ്മല്ലേ അച്ഛനെന്താ വിളിക്കല്? ഞാനോ മുതലാളി മാലിക് 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 എന്ന് പറഞ്ഞാല് ഓണർ നട്ടോ. അച്ഛൻ അമ്മനെന്താ വിളിക്കല്? മാലിക്. രണ്ടാളില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാലിക് മാലിക് എന്നാ വിളിക്കാം. മാലിക് എന്ന് പറഞ്ഞാൽ ഓണർ എന്നാണ്. നാട്ടില് പേര് പറയൂലല്ല. ഒരു ആസ്പത്രി പോയാല് അവിടേക്ക് പോയാല് ചോദിച്ചാല അപ്പൊ പേര് പറയൂല. അപ്പൊ സൈഡിൽ ആൾക്കാർ പോകില്ല ഞങ്ങളുടെ കൂടെ പറഞ്ഞു കൊടുക്കും. അപ്പൊ പേര് ചോദിച്ചാലോ എവിടെയെങ്കിലും ഇപ്പൊ കാണാതായി വിചാരിച്ചോ അപ്പൊ നിങ്ങളെ ഹസ്ബൻഡ് ആരാന്ന് ചോദിച്ചാലോ? അപ്പൊ ഇപ്പൊ പൈസനായിന് ഇപ്പൊ ചോദിക്കല പണ്ട് അത് അല്ല. അപ്പൊ ചില ഡോക്ടർമാർ ചൂടാവും പിന്നെ പറയാനോ അങ്ങനെ മെല്ലെ പറയാ എനിക്ക് ഭർത്താവ് കമലേഷ് കുമാർ ജസ്റ്റ് ചൂടാവും. അപ്പൊ പിന്നെ പറയാനോ. പിന്നല്ലേ അവിടെ നമ്മള് മുഖം കാണിക്കാൻ പറ്റില്ലല്ലോ ആരെ മുന്നില്. ഇല്ല. ആരടുത്താ കാണിക്കാൻ പറ്റാത്തെ? ഞങ്ങൾ നാട്ടിലങ്ങനെ മൂടി എത്ര പേര് സാരി വെച്ചിട്ട് നിക്കണം. ആരെ ആയാലേ പിന്നെ ചില കുറച്ച് അങ്ങനെ ആയാല് അയൽവാസി വന്നാലോ കുറച്ച് തുറക്കാൻ പറ്റൂ. പക്ഷെ ഭർത്താവിന് ഏട്ടനെ കൂടെ ജീവൻ വരെ തുറക്കൂല. അങ്ങനെ തന്നെ ഞങ്ങൾ നാട്ടിൽ അമ്മ കാണിക്കലുണ്ടല്ലോ. അപ്പൊ അത് ടൗണില് പോയില്ലേ അപ്പൊ ടൗണില് അങ്ങനൊക്കെ നടക്കും. ഇപ്പൊ സാധാരണ നടക്കുന്നുണ്ട്. ഇപ്പൊ മോളോസം മൂടി അങ്ങനൊക്കെ മൂടിയില്ലല്ലോ. പൂജ മോള് അഞ്ജലി മോളൊക്കെ ഇപ്പൊ അങ്ങനെ ആയില്ലേ. ഒക്കെ പൈസനായി ആ സ്ഥലത്ത് കുറച്ച് ഇപ്പൊ എല്ലാരും ഫേസ് കാണിക്കില്ലേ? ഇപ്പൊ ഇതുവരെ തല വരെ സാരി വെക്കുള്ളൂ കേട്ടോ. ഇപ്പൊ പോയില്ലേ അച്ഛനമ്മ മരിച്ചിട്ട് വലിയ എന്റെ പാപ്പ വന്നിട്ട് ഞങ്ങൾ മുടി അത്ര വെച്ചില്ല. പൂജാന ഉണ്ടാവും ചിലപ്പോ അവിടെ. ഞങ്ങൾ പൂജാ സ്ഥലത്തിൽ ഇരുന്നിട്ട് ഞാൻ എത്ര പേര് വെച്ചില്ല. ഇപ്രാവശ്യം അമ്മ പോയപ്പോ മുഖം മൂടില്ലോ. വെള്ളിയച്ഛൻ ഇതുവരെ വെച്ചിട്ടുള്ളൂ. കുറച്ചൊക്കെ അതും പോവും. പക്ഷെ പോവില്ല ഞങ്ങളുടെ നാട്ടിലങ്ങനെ. അത് മുഖം എന്തായാലും മൂടി വെക്കുന്ന പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും വെക്കൂട്ടോ അവിടെ. എന്റെ കൊറേ വീഡിയോസിൽ അവിടെ നിന്ന് എടുത്തെങ്കിൽ കണ്ടിണ്ടാവും മുഖം മൂടി വെക്കും. പിന്നെ കൊലത്തെ പോയില്ലേ ഉത്സവം അവിടെ നോക്കാൻ മതി എത്ര പേര് നടക്കുന്നുണ്ട്. ആ വീഡിയോയിൽ കാണാൻ മുഖം മൂടി അത് അവിടെയൊക്കെ എല്ലാം സുഖമാണ്. കല്യാണം ദിവസം തന്നെ മൂടണ്ട. ഇപ്പെല്ലാം മൂടണ്ട. നല്ല സുഖമായിട്ട് നടക്കണം. അവര് ബുദ്ധിമുട്ടില്ല. അതാണ് എനിക്കവിടെ ഇഷ്ടം. പക്ഷെ ഇഷ്ടമായിട്ട് കാര്യമില്ലല്ലോ. അയ്യോ അതൊക്കെ അല്ല. അത് ഞങ്ങൾ ബീഹാരി നല്ല അവിടെ കാണാൻ രസമുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. ചുവപ്പ് കളർ. പക്ഷെ അത് രസമാണ് കേട്ടോ അവിടുത്തെ കൾച്ചർ. നമ്മള് കാണുമ്പോ ഞമ്മക്ക് നിങ്ങൾ കാണുമ്പോ നല്ല രസമായിട്ട് തോന്നും. എത്ര വലിയ വലിയ വാലായിട്ടുണ്ടാവും. ഇപ്പിളകില് ഇത് സൂട്ടക്ഷന് മറ്റേ ഈ കളർ മഹാവർ തേക്ക് അങ്ങനൊക്കെ നടക്കണം. പൈസ ഇല്ലാത്ത ആൾക്കാർ പൈസ ആയാലും ആൾക്കാര് എല്ലാരും ഒരു മാറിയാൽ 5 വെക്കണോ ഒക്കെ നല്ല സൂപ്പർ. ഇപ്പിളകിൽ കാണാല് നല്ല അടിപൊളി റെഡി ആവും. ഓരില്ലേ വീട്ടിലാണെങ്കിലുണ്ടല്ലോ നന്നായിട്ട് മാറ്റിട്ടൊക്കെ വീട്ടിലാണെങ്കിലും പുറത്ത് പോയില്ലെങ്കിലും അല്ല അമ്മ വീട്ടിൽ നടക്കും അങ്ങനെ. പക്ഷെ അവിടെയെങ്കിലും പോയാലും നല്ല അത് എക്സ്ട്രാ മേക്കപ്പ്. വീട്ടിലായാലും കുളിച്ചിട്ട് ശേഷം പിന്നെ ഫുള്ള് മേക്കപ്പ് ആക്കും. പുറത്തെ പോയാലും അധികം മേക്കപ്പ്. ഞാൻ കേരള വന്നിട്ട് എനിക്ക് ഫുള്ള് പോയി സുഖമായി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ.